ഓഗസ്റ്റ് 11 അസീസിയിലെ വിശുദ്ധ ക്ലാര. കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രശസ്തരായ വനിതാ വിശുദ്ധരിൽ ഒരാളും പാവപ്പെട്ട ക്ലാരമാരുടെ സഭ എന്ന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമാണ് അസീസിയിലെ വിശുദ്ധ ക്ലാര. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയ പാത പിന്തുടർന്ന് ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് പൂർണ്ണ ദാരിദ്ര്യം വരിച്ച ധീരയായ ഒരു പുണ്യവതിയായിരുന്നു വിശുദ്ധ ക്ലാര. 1194 ഇറ്റലിയിലെ അസീസിയിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് ക്ലാര ജനിച്ചത്. ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിലും ആഴമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ക്ലാര ലൗകിക സുഖങ്ങളിൽ നിന്നും അകന്നു ജീവിക്കുവാൻ ആഗ്രഹിച്ചു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ലളിത ജീവിതവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ക്ലാരയെ ആഴത്തിൽ സ്വാധീനിച്ചു. ക്രിസ്തുവിനായി ജീവിക്കുവാനുള്ള തൻ്റെ ആഗ്രഹം അവൾ വിശുദ്ധ ഫ്രാൻസിസിനോട് പങ്കുവെച്ചു. വിശുദ്ധ ഫ്രാൻസിസ് ക്ലാരയുടെ ആത്മീയ ഉപദേഷ്ടാവായി മാറി. 1212 തൻ്റെ 18ാമത്തെ വയസ്സിൽ വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു രാത്രിയിൽ ക്ലാര രഹസ്യമായി വീട് വിട്ടിറങ്ങി. പോർസിംഗുള ചാപ്പലിൽ വെച്ച് വിശുദ്ധ ഫ്രാൻസിസ് അവളുടെ നീണ്ട മുടി മുറിച്ചു മാറ്റുകയും ഒരു ലളിതമായ വസ്ത്രവും കയർ ബെൽറ്റും നൽകി അവളെ സന്യാസ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. വനിതകൾക്കായി വിശുദ്ധ ഫ്രാൻസിസ് സ്ഥാപിച്ച സന്യാസിനി സമൂഹത്തിന്റെ പ്രഥമ മേധാവിയായി ക്ലാര മാറി. പിൽക്കാലത്ത് ഇവർ പൂർ ക്ലെയേഴ്സ് അല്ലെങ്കിൽ പാവപ്പെട്ട ക്ലാരയുടെ സന്യാസിനി സമൂഹം എന്നറിയപ്പെട്ടു. തികഞ്ഞ ദാരിദ്ര്യത്തിലും പ്രാർത്ഥനയിലും കഠിനമായ ഉപവാസത്തിലുമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അന്നന്നത്തെ ഭക്ഷണത്തിനായി ഭിക്ഷയാചിക്കുകയും യാതൊരുവിധ സ്വത്തുക്കളും കൈവശം വെക്കാതിരിക്കുകയും ചെയ്യുക എന്നത് അവരുടെ സന്യാസ നിയമത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ സ്വന്തം സന്യാസ സമൂഹത്തിനായി എഴുതിയ നിയമാവലിക്ക് മാർപ്പാപ്പയുടെ അംഗീകാരം വാങ്ങിയത് ക്ലാരയാണ്. പരിപൂർണ ദാരിദ്ര്യം ആയിരുന്നു ഈ സഭയുടെ പ്രധാന നിയമം. 1240 സാരസൻസ് എന്ന ഒരു സൈന്യം വിശുദ്ധയുടെ കോൺവെന്റ് ആക്രമിക്കുവാൻ തയ്യാറെടുപ്പുകളുമായി വന്നു. ഗുരുതരമായ രോഗബാധിതയായിരുന്ന ക്ലാര ഭയപ്പെടാതെ തൻ്റെ കയ്യിൽ ദിവ്യകാരുണ്യമടങ്ങിയ പാത്രവും വഹിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നവരുടെ ആത്മാക്കളെ ആ മൃഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കരുതേ. നിന്റെ അമൂല്യമായ രക്തത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ. അതിനാൽ നിന്റെ ഈ ദാസികളെ സംരക്ഷിക്കണമേ. വിശുദ്ധ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കും എന്നൊരു സ്വരം കേട്ടു. തുടർന്ന് ശത്രുക്കൾ ഭയന്നോടി പിന്തിരിഞ്ഞു പോയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 27 വർഷത്തോളം കഠിനമായ രോഗപീഠകൾ അനുഭവിച്ച ക്ലാര 1253 ഓഗസ്റ്റ് 11 തൻ്റെ 59ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അവളുടെ മരണത്തിന് 2 വർഷത്തിന് ശേഷം 1255 അലക്സാണ്ടർ 4ാമൻ മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ദിവസമായി സഭ ആചരിക്കുന്നത്. 1958 പിയൂസ് 12ാമൻ മാർപ്പാപ്പ വിശുദ്ധ ക്ലാരയെ ടെലിവിഷന്റെയും മാധ്യമങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. ക്ലാര മരിക്കാറായ സമയത്ത് ഒരു ക്രിസ്തുമസ് രാത്രിയിൽ രോഗബാധിതയായി കിടപ്പിലായതിനാൽ ബസിലിക്കയിൽ നടന്ന പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കിലോമീറ്ററുകൾ അകലെയുള്ള ആ കുർബാന അവളുടെ കോൺവെന്റിലെ ചുവരിൽ അത്ഭുതകരമായി കാണാനും കേൾക്കാനും അവൾക്ക് സാധിച്ചു. ഈ അത്ഭുത സംഭവം മുൻനിർത്തിയാണ് 1958 പിയൂസ് 12ാമൻ മാർപ്പാപ്പ വിശുദ്ധ ക്ലാരയെ ടെലിവിഷന്റെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചത്. കൂടാതെ കൺരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുടെയും മധ്യസ്ഥയായി വിശുദ്ധ ക്ലാരയെ വണങ്ങുന്നു. ലൗകികമായ ആഡംബരങ്ങൾക്കും സുഖങ്ങൾക്കും പിറകെ പായുന്ന ഈ ലോകത്ത് സ്നേഹത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിച്ച വിശുദ്ധ ക്ലാരയുടെ ജീവിതം നമുക്കൊരു മാതൃകയാവട്ടെ. ആ വിശുദ്ധയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ശത്രുക്കൾ കോൺവെന്റ് ആക്രമിക്കാൻ വന്നപ്പോൾ ആയുധമെടുക്കാതെ ദിവ്യകാരുണ്യത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ച വിശുദ്ധ ക്ലാരയുടെ അചഞ്ചലമായ വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും ഭയങ്ങളും ഉണ്ടായാലും പ്രാർത്ഥനയും ദൈവവിശ്വാസവും നമ്മെ കാത്തു സംരക്ഷിക്കും എന്നാണ്. എല്ലാവർക്കും അസീസിയിലെ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തിരുനാൾ മംഗളങ്ങൾ.